വെർജീനിയയിലെ ബ്ലെയർ ഹൌസിൽ നിന്ന് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കൊടികൾ പാറുന്ന നെതന്യാഹുവിന്റെ വാഹനവ്യൂഹം ചീറിപ്പാഞ്ഞു. അത് വൈറ്റ് ഹൌസിലെ നോർത്ത് എൻട്രൻസിലൂടെ പ്രവേശിച്ച് വെസ്റ്റ് വിങ്ങിലൂടെ കടന്നുപോയി. പതിവ് തെറ്റിച്ച് ഓവൽ ഓഫീസിലേക്കുള്ള എൻട്രി സൗത്ത് ലോണിലൂടെയായിരുന്നു. നെതന്യാഹുവിന്റെ ശ്രദ്ധേയമായ ഒരു സെക്യൂരിറ്റി മൂവ്. ക്യാമറകളുടെ തള്ളിക്കയറ്റമില്ല, മാധ്യമങ്ങളുടെ ചോദ്യങ്ങളില്ല. ഗെറ്റ് ലോസ്റ്റ് എന്ന് ആക്രോശിക്കുന്ന പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരെ കാണേണ്ട. 13 മാസത്തിനിടെ 7ാം തവണ ട്രംപിനെ കാണാൻ ഇറാനെതിരെ ഒരു സീക്രട്ട് അജണ്ടയുമായി എത്തിയ നെതന്യാഹുവിനെ വൈറ്റ് ഹൌസ് സ്വീകരിച്ചത് പുതിയൊരു സ്ട്രാറ്റജിയുമായാണ്. പ്രസ് പൂൾ പാടെ ഒഴിവാക്കി അടച്ചിട്ട മുറിയിൽ ഒരു ചർച്ച. 24 കാരറ്റ് സ്വർണം പൂശിയ ഓവൽ ഓഫീസിൽ ആ മഞ്ഞ കസേരയിലിരിക്കുന്ന ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഫോട്ടോ പോലും പുറത്തു വന്നില്ല. ഇതിനു മുമ്പ് കണ്ടതുപോലെ ബഹളമോ കോലാഹലങ്ങളോ ട്രംപിന്റെ നാടകമോ ഇല്ല. ഇരു നേതാക്കളും 3 മണിക്കൂർ വെറുതെ മിണ്ടിയും പറഞ്ഞും സമയം കളയില്ലെന്നുറപ്പുള്ള മാധ്യമപ്രവർത്തകർ കാത്തിരുന്നു. കൂടിക്കാഴ്ചയുടെ സംഗ്രഹം ട്രംപ് പോസ്റ്റ് ചെയ്യുന്നതുവരെ. എന്താണ് ട്രംപ് നെതന്യാഹു ലേറ്റസ്റ്റ് മീറ്റിംഗിന്റെ ലക്ഷ്യം? ഖമനേയെ ഒതുക്കി ഇറാന്റെ തല പോകുന്ന വല്ലതും ഓവൽ ഓഫീസിൽ നടന്നോ? വെരി ഗുഡ് മീറ്റിംഗ്. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇങ്ങനെയാണ്: നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ നിർണായകമായ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. ഇറാനുമായുള്ള ആണവ കരാറിനാണ് നിലവിലെ സാഹചര്യത്തിൽ മുൻഗണന. ഒരു കരാറിലെത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാൻ ചർച്ചകൾ തുടരണമെന്നാണ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായി ഒരു യുദ്ധത്തിന് അമേരിക്കയ്ക്ക് നിലവിൽ താല്പര്യമില്ല. ഒരു ഡീലിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫലം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ തവണ ഇറാൻ കരാറിന് തയ്യാറായില്ല. അതുകൊണ്ട് മിഡ്നൈറ്റ് ഹാമർ പ്രയോഗിക്കേണ്ടി വന്നു. അവർക്ക് അത് നന്നായി ഭവിച്ചില്ല. ഇക്കുറി കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ ഇറാൻ പെരുമാറുമെന്നാണ് കരുതുന്നത്. 2025 ജൂണിൽ ഇറാനിലെ ഫോഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക നടത്തിയ മിന്നൽ ആക്രമണത്തെ ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ പരാമർശം. ഗസയിലെ നിലവിലെ സാഹചര്യവും ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായിരുന്നു. ഒക്ടോബറിൽ നടപ്പാക്കിയ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയാവുകയും വെസ്റ്റ് ബാങ്കിന്മേൽ ഇസ്രയേൽ നിയന്ത്രണം കടുപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച എന്നതാണ് പ്രധാനം. ഗസ പുനർനിർമ്മാണത്തിനു മുമ്പ് ഹമാസ് ആയുധം താഴെ വെക്കണമെന്നാണ് നെതന്യാഹു ആവർത്തിക്കുന്നത്. ട്രംപിനെ കാണുന്നതിന് മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് എന്ന സമാധാന സംരംഭത്തിൽ ഇസ്രയേൽ ഔദ്യോഗികമായി അംഗമായതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനുമായുള്ള ചർച്ചകൾ ന്യൂക്ലിയർ ഫയലിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് വിലയിരുത്തലുകൾ വന്നിരുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും മേഖലയിലെ സൈനിക സ്വാധീനവും കരാറിൽ ഉൾപ്പെടുത്താൻ ഇസ്രയേൽ ഭരണകൂടം ആഗ്രഹിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസ്, ഹിസ്ബുള്ള പോലുള്ള വിഭാഗങ്ങൾക്ക് പിന്തുണ അനുവദിക്കരുത് എന്നതും ഇസ്രയേലിന്റെ ആവശ്യമാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി റെഡ് ലൈൻ മറികടന്നാൽ അമേരിക്കയെ കാത്തുനിൽക്കാതെ ഒറ്റയ്ക്ക് സൈനിക നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇസ്രയേൽ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ വർദ്ധിച്ചുവരുന്ന മിസൈൽ ശേഷി തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നും അത് തടയാൻ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നുമാണ് ഇസ്രയേൽ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും വിക്ഷേപണ തറകളും തകർക്കുന്നതിനുള്ള പദ്ധതികൾ നയതന്ത്ര സൈനിക ചർച്ചകളിൽ ഇസ്രയേൽ മുന്നോട്ട് വെച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒമാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന പരോക്ഷ ചർച്ചകളുടെ അടുത്ത ഘട്ടം നടക്കാനിരിക്കെയാണ് നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനം. യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങളുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും അതിലിടപെടാൻ ആർക്കും അവകാശമില്ലെന്നുമാണ് ഇറാന്റെ നിലപാട്. എന്തു വന്നാലും സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകിക്കൊണ്ടുള്ള സമവായത്തിനില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനയി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ മസ്കത്തിൽ നിർണായക ചർച്ച നടന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്ണർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. US സേനയുടെ സെൻട്രൽ കമാൻഡ് മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറും ചർച്ചയ്ക്കെത്തിയിരുന്നു. മുൻ ചർച്ചയിലൊന്നും ഇത്തരത്തിൽ സൈനിക നേതൃത്വം പങ്കാളിയായിരുന്നില്ലെന്നതാണ് ശ്രദ്ധേയം. ഒമാനിലെ ചർച്ച വളരെ മികച്ച തുടക്കമാണെന്നായിരുന്നു അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചത്. തുടർ ചർച്ചകൾക്ക് സാഹചര്യമൊരുക്കാനാണ് ഈ ചർച്ച ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇത് ലോകത്തിന് പ്രത്യാശ നൽകിയെങ്കിലും അമേരിക്ക വീണ്ടും ഇരട്ടത്താപ്പുമായി രംഗത്തെത്തി. ചർച്ചയുടെ ആദ്യഘട്ടം പൂർത്തിയായതിന് പിന്നാലെ തന്നെ ഇറാനുമേൽ അമേരിക്ക പുതിയ എണ്ണ ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു. US-ന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധമായ എണ്ണ, പെട്രോകെമിക്കൽ കയറ്റുമതി കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം.
ഇറാനിയൻ എണ്ണ കൊണ്ടുപോകുന്ന 14 കപ്പലുകളുമായുള്ള ഇടപാടുകൾ തടയുമെന്നായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത്. കൂടാതെ 15 സ്ഥാപനങ്ങൾക്കും 2 വ്യക്തികൾക്കുമെതിരെയും ഉപരോധം പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഉയർത്തി അമേരിക്ക സൈനിക നീക്കം ശക്തമാക്കുന്നതും ആശങ്കയാണ്. രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ പെന്റഗൺ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. USS എബ്രഹാം ലിങ്കണിന് പുറമെ വെർജീനിയൻ തീരത്ത് പരിശീലനം പൂർത്തിയാക്കുന്ന USS ജോർജ് H.W. ബുഷ് എന്ന കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ പെന്റഗൺ ആലോചിക്കുന്നതായും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചതായുമാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ആ രാജ്യം നേരിടാൻ പോകുന്നത് കടുത്ത സൈനിക നടപടികളായിരിക്കുമെന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ ട്രംപ് നൽകിയിട്ടുണ്ട്. എന്നാൽ മേഖലയിലെ അമേരിക്കൻ സൈനിക വിന്യാസം തങ്ങളെ ഭയപ്പെടുത്തുന്നില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഏത് ആക്രമണത്തിനും ശക്തമായി മറുപടി നൽകാൻ ട്രിഗറിൽ വിരലും വെച്ച് കാത്തിരിക്കുകയാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രതികരണം. അമേരിക്ക ആക്രമണം നടത്തിയാൽ ഗൾഫിലെ US താവളങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമെന്നാണ് മുന്നറിയിപ്പ്. മേഖലയിലാകെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഏകദേശം 2000 മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്നാണ് കണക്കുകൾ. ഗൾഫിലെ ഭൂരിഭാഗം US താവളങ്ങളും ഇറാന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലിന്റെ പരിധിയിൽ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ ചെറിയ നീക്കവും അതീവ നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.